സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ച് കൈവച്ചു. സീനായി തിരിച്ചു കൊടുത്തു, ഗാസ തിരിച്ചു കൊടുത്തില്ല. ഗാസ ചരിത്രത്തിൽ വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾ ജോൺ മിൽട്ടൻ്റെ സാംസൺ എഗണിസ്റ്റസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഐലസ് ഇൻ ഗാസ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കവിത വായിച്ചിട്ടുണ്ടാകും. സാംസൺ ഉണ്ടായിരുന്നു, അയാളൊരു ടെററിസ്റ്റായിരുന്നു. 250 കുറുക്കനെ പിടിച്ച് വാലിനകത്ത് പന്തം കൊളുത്തി കനാൻ ദേശമൊക്കെ കൊടുത്തു. അസൽ ടെററിസ്റ്റാണ്, തീവപ്പാണ്. അവസാനം ഈ സാംസനെ പിടിച്ച് കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ച് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ട്, അതിനെപ്പറ്റിയാണ് മിൽട്ടൺ ഐലസ് ഇൻ ഗാസ, ഈ ഗാസയിൽ നടന്ന പ്രസിദ്ധമായ പഴയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗാസ ഒഴിച്ച് ബാക്കി വേർതിരിച്ച് നിർത്തി. അങ്ങനെ നിർത്തിക്കഴിഞ്ഞ് അടുത്ത അറ്റാക്ക് ഉണ്ടായി 2006. ആ അറ്റാക്കിൽ എന്ത് ചെയ്തു? 120ഓളം പാലസ്തീന ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത ലക്ഷ്യം ഗാസയാണ്. എന്തിനാണ് ഈ ഗാസ? ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇത് അറബികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും യഹൂദന്മാരോടുള്ള പ്രശ്നമേ അല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗാസയുടെ തീരത്ത് ഓയിൽ കണ്ടെത്തി. ഈ ഓയില് ഡിസ്റ്റൻസ് അനുസരിച്ച് ഗാസയിലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം കഴിഞ്ഞോടുകൂടി ഈ റഷ്യയുടെ ഓയിലും നാച്ചുറൽ ഗ്യാസും ബ്ലോക്ക് ചെയ്തു, സാങ്ഷനാക്കി. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഈ ഓയിൽ നാറ്റോയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസ് പറഞ്ഞു പറ്റിയല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമായിട്ട് ചേർന്ന് നടക്കുന്നതാണ്, ഈ ഓയിലിൻ്റെ മുഴുവൻ വരുമാനവും ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ അണ്ടർഗ്രൗണ്ട് റിസർവ് അമേരിക്ക ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തപ്പം കുവൈറ്റിനുള്ളതിൻ്റെ അത്ര ഓയിൽ അവിടെ കിടപ്പുണ്ട്. അത്ര ഓയിൽ ഗാസയിലെ അറബികൾ കിട്ടിയാൽ അവന്മാർ കോടീശ്വരന്മാരാകും. അപ്പോൾ ഇത് ഇസ്രായേലിന് വേണം. അതുകൊണ്ട് ഗാസയിൽ നിന്ന് അറബികളെ ഒഴിപ്പിക്കണം. അതിനാണ് ഈ യുദ്ധം നമ്പർ 1 ലക്ഷ്യം. ഗാസ പിടിക്കാനുള്ള പരിപാടി അവിടെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തത്,